ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ പറയുന്നത് ഞാൻ വീട്ടിലൊക്കെ പോയി വന്നിട്ട് ഉള്ള അതിൻ്റെ പിറ്റത്തെ ദിവസം രാവിലെ മുതൽ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറച്ചൊരു 2-3-4 ദിവസം വീട്ടിൽ ഇല്ലാണ്ടിരുന്നതിൻ്റെ ആ ഒരു ഇതുണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ ആൾതാമസം ഇല്ലാതെ പുരയൊക്കെ പൂട്ടിയിട്ടാൽ എന്തോ ഒരു ഇടങ്ങാറല്ലേ. ഇവിടെ പറയും പോലെ ഇക്ക ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. പക്ഷെ ഓരുണ്ടെങ്കിൽ അറിയാലോ, മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ വലിച്ച് വാരിയിട്ട് ആകെ ഒന്ന് അലമ്പാക്കി ഇടും. എനിക്ക് ഇന്നലെ വന്നപ്പോൾ ഉള്ള പണി എന്ന് പറഞ്ഞത് എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് ഒന്ന് അടിച്ച് വാരി ഇടുക എന്നുള്ളതായിരുന്നു കേട്ടോ. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ മഹരിബിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് പിന്നെ തുടക്കലും കാര്യങ്ങളും അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് ഒന്ന് അടിച്ച് വാരി ഇട്ടതായിരുന്നു. പിന്നെ ചോറും കറിയും ആക്കാനൊക്കെ നിന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ പിന്നാണ് എടുക്കാനുള്ളത്. ഞാൻ പോകുന്ന അന്ന് അലക്കിയതാണ്. ഇനിയിപ്പം ഇക്കാൻ്റെ കുറേ ഡ്രസ്സ് അലക്കാനുണ്ട്. ഞങ്ങൾ മീനങ്ങാടിക്ക് കൊണ്ടുപോയതും പുതിയതായിട്ടും അങ്ങനെയൊക്കെ കുറേ അലക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ വേഗം കുട്ടികളെ മദ്രസ പറഞ്ഞയച്ച പാടന്നെ വേഗം ചായം കടി ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. ഫോണിൽ കളിച്ചിരിക്കണ ഒരു സമയമാണ്. ഫോണിൽ കളിക്കാറിഞ്ഞാൽ കുട്ടികൾ പറഞ്ഞയച്ചിട്ട് ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ഒരു ഇരുത്തുണ്ടല്ലോ, ആ ഒരു ഇരുത്തത്തിലാണ് നമ്മളെ വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കൽ, വ്യൂസ് നോക്കലും അതുപോലെ നിങ്ങൾ അയക്കണ കമൻറ്റിനുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്ന സമയം ആ സമയമാണ് കേട്ടോ. പക്ഷെ ഇന്ന് അതിനൊന്നും നിന്നിട്ടില്ല. എനിക്ക് കുറേ പണികൾ എടുക്കാനുണ്ട് കേട്ടോ. കുറേ ദിവസം ഇല്ലാതിരുന്നതുകൊണ്ടുള്ള ആ ഒരു പണികളൊക്കെയാണ്. പിന്നെയെന്ന് വെച്ചാൽ ചിലപ്പം വോയിസിനൊക്കെ സൗണ്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ എനിക്ക് തോന്നും കേട്ടോ. സൗണ്ടൊക്കെ ഒന്ന് റെഡി ആയി വരുന്നേ ഉള്ളൂ. ഒന്നാമത്തെ ചുമയൊക്കെ ആയതുകൊണ്ട് ഈ വോയിസ് ഞാനിങ്ങനെ സ്റ്റോപ്പ് ചെയ്താണ് കേട്ടോ കൊടുത്ത് തീർക്കണത്. ഇങ്ങനെ ചുമ ഇങ്ങനെ വല്ലാണ്ട് തൊണ്ട കാറി കുത്തിയൊരു ചുമ ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ വീഡിയോ ഇടാതിരുന്നാൽ ശരിയാവില്ല. വീഡിയോ കൂടെ ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഡൗൺ ആയി പോവും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ എത്ര കഴിയുന്നില്ലെങ്കിലും വീഡിയോസ് ഞാൻ മുടങ്ങാതെ അങ്ങനെ ഇടുന്നത് അതാണ്. ചിലപ്പോൾ ഒന്ന് അങ്ങനെ ഇതായി പോകും കേട്ടോ. വീട്ടിൽ പോയാലൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മടിയായിരിക്കും എന്നുള്ളത്. അങ്ങനെ എന്തെന്നെ ആയാലും ഇന്നത്തെ ചായയും കടിയും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നൂൽപുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കറി പിന്നെ ഇന്നലെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നൂൽപുട്ടും ചിക്കൻ കറി ആക്കാമെന്ന് ഇന്നലെ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പ്രത്യേകിച്ച് ആലോചനേൻ്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വേഗം പൊടിയെടുത്ത് വാട്ടി. ഇന്ന് പിന്നെ ഞാൻ കുഴയ്ക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടതാണ്. പൊടി ഇങ്ങനെ വാട്ടി എടുത്തിട്ട് പിന്നെ അത് നൂൽപുട്ടിൻ്റെ അച്ചിലിട്ടിട്ട് പീച്ചിയെടുത്ത് അങ്ങനെ നൂൽപുട്ട് ചുടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തതൊന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. എന്താ സ്ഥിതി എന്നുള്ളത് അറിയൂല. നന്നാവോ അല്ലെ നമ്മൾ സാധാരണ ചുടും പോലെയാണോ എന്താ സ്ഥിതി എന്നുള്ളത് അറിയൂല കേട്ടോ. എന്തായാലും വേണ്ടിയില്ല, ഒന്ന് ചുട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എനിക്ക് എന്താ പറയുക, ഒരു ഇങ്ങനെ പീച്ചണ സമയത്ത് അതിങ്ങനെ മുറിഞ്ഞു പോവുക കേട്ടോ. നമ്മൾ സാധാരണ പീച്ചണ പോലെ അങ്ങോട്ട് കിട്ടണില്ല. അപ്പം ഞാൻ ഈ ഒരു ഫസ്റ്റത്തത് മാത്രമാണ് കേട്ടോ അങ്ങനെ ചുട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ സാധാരണ പോലെ തന്നെ ഞാൻ പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തു, ഞാൻ സാധാരണ ആക്കുമ്പോൾ തന്നെ. എന്നിട്ടാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ളതൊക്കെ ചുട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് പീച്ചെടുക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. ടൈറ്റ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. അതിങ്ങനെ മുറിഞ്ഞ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു പരിപാടി അങ്ങോട്ട് നിർത്തി വെച്ചു. കുറേ നാളായിട്ട് വിചാരിക്കുന്നു അങ്ങനെ ചുട്ടാൽ എങ്ങനെയാണ് എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു നിഗമനം എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇനി ആ പണിക്ക് പോവില്ല കേട്ടോ. അങ്ങനെ ഇതാ ഫസ്റ്റത്തതൊക്കെ പീച്ചിയിട്ട് അത് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അലക്കാനുള്ളത് ഇതാട്ടോ. കുറേ പെറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. കുറേ പുറത്തുണ്ട്, പിന്നെ മെഷീനിലുണ്ട്. ഒക്കെ എടുത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കൊടുന്നതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇട്ട പുതിയ ഡ്രസ്സൊന്നും ഞാൻ പുരേന്ന് അലക്കിയിട്ടില്ല ഇനി കേട്ടോ. ഞാൻ ഒക്കെ അങ്ങനെ ഇങ്ങോട്ടേക്ക് കൊടുന്നതാണ്. ഇവിടുന്ന് അങ്ങനെ അലക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയതൊക്കെ കുറേ മാറ്റി ഇടാനുണ്ട്. ഞാൻ പുതിയ ഡ്രസ്സുകളൊന്നും ഞാൻ അങ്ങനെ മെഷീനിൽ ഇടലില്ല കേട്ടോ. അതുപോലെ ഞാച്ചിമോൻ്റെതൊക്കെ നോക്കി കണ്ടൊക്കെ തന്നെ കേട്ടോ ഇതിലേക്ക് ഇടുള്ളൂ. വല്ലാണ്ട് കല്ലിൽ ഉരച്ചൊക്കെ ഇതാക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ആ കല്ലിലേക്ക് തന്നെ കൊണ്ടുപോകും. അല്ലാത്തതൊക്കെ മെഷീനിലിടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കടി ചുടുന്നതിൻ്റെ ഇടയിൽ തന്നെ
പിന്നെ അലക്കാനുള്ളതൊന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. സൗണ്ടിനെ തൊണ്ടക്ക് കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ടൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് കേട്ടോ എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ എന്താ പറയുക, നമ്മളെ വീഡിയോസ് ഞാനെപ്പം പറയാറുണ്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫാമിലീൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്, ഞങ്ങളെല്ലാവരും കൂടെ പോയതിലൊക്കെ ആയിട്ട്. അപ്പോൾ നല്ലൊരു സന്തോഷം കേട്ടോ. നൈസ് ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട്, അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നിങ്ങളെ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൽ ഇനിയും ഒരുപാട് ആൾക്കാർ വരാനുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ വരാനുണ്ട്. അത് പകുതി ആയിട്ടുള്ളൂ, ഇനിയും കുറേ ആൾക്കാർ അതിൽ എത്താനുണ്ട് കേട്ടോ. എന്തായാലും അതൊരു സന്തോഷം തന്നെയാണ് അല്ലേ. നമുക്കൊരു കുടുംബത്തിൻ്റെ കൂടെ ഒന്ന് ചിലവഴിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ കടി ചുട്ടിട്ടുണ്ട്. പിന്നെ അലക്കാനുള്ളതൊക്കെ ഒന്ന് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തെ കടിയും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുറേ ദിവസമായില്ലൊന്ന് പുറത്തൊക്കെ ഒന്ന്, എനിക്കങ്ങനെയാണ് കേട്ടോ, പണിയെടുക്കണേൻ്റെ ഇടയിൽ ഞാനൊന്ന് കിട്ടണ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല, ആ ഒരു ഗ്യാപ്പിലൊന്ന് മുന്നിലേക്ക് വന്ന് നോക്കും കേട്ടോ. ഒന്ന് മുറ്റത്തേക്ക് ഒന്ന് വന്ന് നോക്കിയിട്ട് തിരിച്ചങ്ങോട്ട് പോകും. അതൊരു അങ്ങനെ ഒരു ശീലം ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതിൻ്റെ തലേ ദിവസമൊക്കെ മഴ പെയ്തതിൻ്റെ ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ മുറ്റമൊക്കെ. പിന്നെ നമ്മളെ മുറ്റത്തെ പുല്ലും കുറേയൊക്കെ കാര്യങ്ങൾ കരിഞ്ഞു പോയതായിരുന്നു. ഇപ്പോൾ രണ്ടാമത് വീണ്ടും എല്ലാം മുളച്ച് പണ്ടത്തെ പോലെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ദാ 2ഉം 3ഉം ട്രിപ്പൊക്കെ ആയി ചുട്ട് നമ്മളെ നൂൽപുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഈ വീഡിയോ ഒന്നും വല്ലാണ്ട് അങ്ങനെ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ എടുത്ത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒന്ന് അങ്ങനെ അങ്ങോട്ട് തട്ടിക്കൂട്ടി എടുത്തതാണ്. കാരണം കുറച്ച് ആൾക്കാരാണെങ്കിലും നമ്മളെ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ്. അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് എണീച്ചു. പിന്നെ വേഗം അടുത്ത പരിപാടി പറയുന്നത് ചോറ് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വേഗം തീയൊക്കെ കത്തിച്ചു. ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചോറ് പിന്നെ അടുപ്പത്ത് വെച്ചാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. ഗ്യാസുമ്പോൾ ചോറ് വെക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരുന്ന സമയത്താണെങ്കിലും എപ്പോഴാണെന്നുണ്ടെങ്കിലും ഗ്യാസിൽ ചോറ് വെക്കുമ്പോൾ എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ. എനിക്ക് അടുപ്പത്ത് തന്നെ വെക്കുമ്പോഴാണ് ഒരു സുഖം കിട്ടുള്ളൂ, തൃപ്തി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ആവട്ടെ. പിന്നെ വേഗം അകമൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലോടും ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് പുതപ്പും ഒക്കെ ഒന്ന് മടക്കി ഒക്കെ വൃത്തിയാക്കി ഒന്ന് അടിച്ചു വാരി ഇടുകയാണ്. അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാൻ. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് തുടച്ചിട്ടില്ലെങ്കിലും ഒന്ന് അടിച്ചു വാരി ഇടുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണല്ലേ. എനിക്കിനിപ്പോൾ എത്ര സുഖമില്ലാണ്ടായാലും ഞാൻ പണികൾ തീർക്കാതെ ഞാൻ പോയി കിടക്കൂല കേട്ടോ. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. വല്ലാണ്ടാകുകയാണെങ്കിലൊക്കെയാണ് പണി എടുക്കാണ്ട് കിടക്കുക എന്നുള്ളത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മയും കിട്ടുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യലില്ല കേട്ടോ. എത്ര കഴിയില്ലെങ്കിലും ഇഴഞ്ഞാണെങ്കിലും നമ്മൾ ലക്ഷ്യത്തിലെത്തും എന്ന് പറയില്ലേ, അതേപോലെയാണ് കേട്ടോ. ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ പണികളൊക്കെ അങ്ങോട്ട് എടുത്ത് തീർത്തിട്ട് പിന്നെ ഒരൊറ്റ കിടത്താണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. പിന്നെ നിച്ചുമോളും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറേ സമാധാനമാണ്. കുറേ കോളനെ കൂടി തന്ന് അങ്ങനെ ചെയ്തോളും. അങ്ങനെ അടിച്ചു വാരലും ഒക്കെ പണികളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അകൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ഞാൻ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കേക്ക് കൊടുന്നതേനി കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പം ഏട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒരു കേക്ക് മുറിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾക്കുള്ളത് താത്ത ഞങ്ങൾ വന്നിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ പിറ്റേന്ന് അനുവിൻ്റെ കയ്യിൽ കൊടുത്തയച്ചതേനി കേട്ടോ. അപ്പോൾ അതാ മക്കൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. എൻ്റെ ഓരെയും കൂടെ ഞാൻ ഓർക്ക് അങ്ങോട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഓരങ്ങോട്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അകം അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ മുറ്റം അടിച്ചു വാരാൻ വേണ്ടി നിന്നിട്ടുണ്ട്. മുറ്റത്ത് അങ്ങനെ വലിയ ചമ്മലും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഒന്ന് നമ്മളിപ്പോൾ കുറേ ദിവസം ആയല്ലോ ഒന്ന് അടിച്ചു വാരി ഇടാതെ. അപ്പം മഴ പെയ്തതുകൊണ്ട് എല്ലാം കുത്തി ഒലിച്ച് അങ്ങനെ പോയതുകൊണ്ട് വലിയൊരു ഇതൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഞാൻ അതിലൊക്കെ ഒന്ന് തോണ്ടി ഇതാക്കി അങ്ങനെ മൊത്തത്തിൽ സാധാരണ പോലെ അടിക്കാനൊന്നുമില്ല. പുല്ലായതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഉള്ളിടത്ത് കൂടെ ഒക്കെ ഒന്ന് ചുറ്റിനും ഒന്ന് അടിച്ചൊക്കെ വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. ബേക്ക് വശമൊന്നും പിന്നെ അടിക്കാൻ കഴിയില്ല കേട്ടോ. മഴ പെയ്തിട്ട് ഫുള്ള് മണ്ണ് വന്ന് അടിഞ്ഞ് ചളി പോലായി കിടക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടെയൊക്കെ ഒന്ന് ഉണങ്ങിയതിൻ്റെ ശേഷമേ അവിടെ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മുന്നിൽ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഈ ഒരു പണികളൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ തന്നെ ചോറിന് വെള്ളം തിളക്കലും അരി ഇടയിലൊക്കെ കഴിച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് നമ്മളങ്ങനെ വീഡിയോയിൽ ചിലപ്പം എടുക്കണം എന്നില്ല. നമ്മൾ ചിലപ്പോൾ വീഡിയോ എടുക്കാണ്ട് നിൽക്കുമ്പോഴും ഒരുപാട് പണികൾ നമ്മൾ ചെയ്യുന്നുണ്ടാവുമല്ലോ. നമ്മൾ എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുമല്ലോ. അപ്പോൾ അതാ ചോറായിട്ടുണ്ട് കേട്ടോ. മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ പാത്രം കഴുകലും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കൊക്കെ നമ്മളെ ചോറ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാർക്കുകയാണ്. ചില സ്ഥലത്ത് ഊറ്റലാണ്, അതുപോലെ നമ്മൾ വാർക്കുകയാണ് കേട്ടോ.
അപ്പോൾ അത് പറഞ്ഞപ്പോൾ അടുപ്പിൻ്റെ കാര്യം കാണുമ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ അടുപ്പിൽ വെക്കുന്ന ആ ഒരു ചട്ടി ഉണ്ടല്ലോ, ആ ചട്ടീനെക്കുറിച്ച് ഒരുപാട് കമൻറ്റ് എനിക്ക് വരാറുണ്ട് കേട്ടോ. ഇതെന്താണ് ഒന്നിൻ്റെ മേലെ ചട്ടീന്ന് അറിയാത്തവരാണ് ചോദിക്കുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ തന്നെ കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ട് ഇട്ടിട്ടൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഒരു കാണാത്തവരായിരിക്കും, അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. നമ്മൾ സിമെൻറ്റും ചട്ടീൻ്റെ നടുവിലൊരു ഓട്ട ഉണ്ടാക്കിയിട്ട് വെക്കൂലേ, ആ ഒരു രീതിയിലുള്ള ചട്ടിയാണ് കേട്ടോ അത്. എന്താ പറയുക, കരി പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സംഭവം അതാണ് കേട്ടോ. ഞാൻ വേറൊരു വീഡിയോയിലൊന്നും വേണം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ്. പിന്നെ ഇനിയിപ്പോൾ ഗ്യാസിനൊക്കെ ഇതല്ലേ, എല്ലാവർക്കും അടുപ്പത്ത് വെച്ചാൽ എങ്ങനെ തേച്ചേക്ക് വൃത്തിയാക്കും എന്നുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ചട്ടി അങ്ങോട്ട് വാങ്ങി വെച്ചോളി കേട്ടോ, എന്തായാലും ഉപകാരപ്പെടും. അങ്ങനെ ഞാൻ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എന്താണ് കറിയാക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കറിയാക്കുന്നത് ഉണക്കലാണ് കേട്ടോ. ഉണക്കൽ തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണക്ക മീനൊക്കെ തേങ്ങ അരച്ച് വെച്ചാൽ. അപ്പോൾ ഇന്ന് മീൻ കിട്ടിയത് അയിലേനു കേട്ടോ, ഉണക്കൽ അയിലേനു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സാധാരണ മീൻ കറി വെക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് അതിനുള്ള കറിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. കറിയൊക്കെ ആക്കി അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ചതിൻ്റെ ശേഷം തേങ്ങയൊക്കെ ഒന്ന് അരച്ച് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മീൻ കറി വെക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും എന്തെങ്കിലും പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ഉണക്കൽ തേങ്ങ അരച്ചിട്ടുള്ള കറിയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ചീരയാണിത്, മൈസൂർ ചീര അറിയില്ലേ, അത് ഉപ്പേരിയും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിച്ചുമോളാണ് എനിക്ക് ചപ്പൊക്കെ പറിച്ച് കഴുകി ഓള് അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. വെക്കണ പണിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചോറും കറിയും ഉപ്പേരിയും ഒക്കെ ആയിട്ടുണ്ട്. എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ കഴിച്ചു. ഞാനൊരു കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാനിരുന്നപ്പോഴത്തേക്കും ഇതാ പെയ്യണം നമ്മളെ പേരും മഴ കേട്ടോ. ഇന്നലെ മിനിഞ്ഞാന്നും ഇന്നും ഒക്കെ മഴ തന്നെയാണ് കേട്ടോ. നല്ല മഴയാണ് കേട്ടോ പെയ്യണത്. നല്ല സൗണ്ടും ഉണ്ട്, നല്ല ഇടിയും കാറ്റും എല്ലാം ഉണ്ടായിനി കേട്ടോ. എന്തായാലും മഴേൻ്റെ വൈക്ക് അങ്ങനെ പെയ്യട്ടെ. അപ്പോൾ അതങ്ങനെ കുറച്ച് നേരം പുറത്തങ്ങനെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കും ഉണ്ടായിട്ടോ, ഉച്ച കഴിഞ്ഞേരം ഇക്കും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയും കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. കുട്ടികളുടെ സെക്ഷനിക്ക് മക്കൾക്ക് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും ചോറ് വഹിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സമയം 3 മണി 3:30 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ചോറ് വയ്ക്കുമ്പോൾ തന്നെ കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചോറൊക്കെ വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. നിങ്ങളെ കമൻ്റാണ് നമുക്ക് അടുത്ത വീഡിയോക്കുള്ള എനർജി, നിങ്ങൾ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലേ നമ്മൾ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.